കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശരണ്യെ കൂട്ടിക്കേറ്റി നിർത്തി വിസ്തരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണി. അപ്പൊ ശരണ്യ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, കേട്ടില്ല ബഹുമാനപ്പെട്ട കോടതി, അവൾ പറഞ്ഞ കാര്യങ്ങൾ, അവൾ ഒരു കാരണവശാലും വിക്രത്തിന് മുന്നിൽ തല കുനിച്ച് നിന്നത് അവനുമായിട്ടുള്ള സന്തോഷവും ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. അവളുടെ ആദ്യ ഭർത്താവിന് നീതി കിട്ടുന്നതിനും വേണ്ടി മാത്രമായിരുന്നു. അവളോട് ഈ ക്രൂരത കാണിച്ച വിക്രത്തിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ. പെട്ടെന്ന് ശരണ്യ പറഞ്ഞു, കല്യാണം കഴിഞ്ഞെങ്കിലും ഇന്ന് വരെ ഞാനും വിക്രമും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും എന്റെ മനോജേട്ടൻ മാത്രമുള്ളെന്ന് പറയാണ്. ഈ സമയത്ത് പ്രകാശൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കള്ളമായുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ വെറും നാടകമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ കോടതി പറഞ്ഞു, അതെ നിങ്ങൾ അവിടെ ഇരിക്കുക, അവള് സംസാരിക്കട്ടെ എന്ന് പറയണ. അപ്പൊ വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതേ വെറുതെ വളച്ചൊടിച്ചോണ്ട് പോവാണ് ഈ കേസ് എന്ന് പറയാം. അപ്പൊ പറഞ്ഞു, വക്കീലെ സമയമുണ്ട്, അവിടെ ഇരിക്കാൻ പറയാണ്. പിന്നീട് കല്യാണി പറഞ്ഞു, കേട്ടില്ലേ ശരണ്യ പറഞ്ഞ കാര്യങ്ങള്, അവള് ഇങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞെങ്കിലും ഒരു കാരണവശാലും അവന്റെ ഭർത്താവായി ജീവിക്കാനായിട്ട് അവൾ ആഗ്രഹിച്ചില്ല. അത് മാത്രല്ല, വിക്രം വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൻ ശരിക്കും നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ശരണ്യ അമ്മാതിരി അവനെ ഇട്ട് പന്ത് തട്ടിയിട്ടുണ്ട്. അവനും അത് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. പക്ഷെ അവനതൊന്നും പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും എന്റെ ശരണ്യയുടെ ഭർത്താവിനോട് കാണിച്ച നീതികേടിന്, അത് അത്ര ക്രൂരത കാണിച്ചതിന് ഇതൊന്നും കിട്ടിയാൽ പോരെ വിക്രത്തിന്. അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ട ജീവപര്യന്തം തന്നെ കിട്ടണ്ടേ. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് സോണിയുടെ ഹസ്ബൻഡ് ആൽബിക്കും ഉണ്ടായത്. ഇതേ നാടകം തന്നെയാണ് അവിടെ അരങ്ങേറിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞും വക്കീൽ എഴുന്നേറ്റ് ചോദിച്ചു, അല്ല ഇതിനൊക്കെ വല്ല തെളിവുകളും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, കോടതിയുടെ മുമ്പാകെ പറയണം, തെളിവുകളൊക്കെ ഉണ്ട്. ശരണ്യയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുകളുണ്ട്. അവിടുത്തെ CCTV ദൃശ്യത്തിന്റെ കാര്യങ്ങളും ഫൂട്ടേജും ഒക്കെ കിട്ടിയിട്ടുണ്ട്. CCTVയില് വിക്രത്തിന്റെ മുഖം പൊക്കി നോക്കുന്ന ആ ടവല് മാറ്റി നോക്കുന്നതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ CCTV ദൃശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവിടെ കോടതിയുടെ മുമ്പായി ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രമും പ്രകാശനും നന്നായിട്ടൊന്ന് ഞെട്ടി. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. വിക്രത്തിനെ ഇങ്ങനെ പ്രകാശനെ ഇങ്ങനെ നോക്കുമായിരുന്നു, ഇങ്ങനെ കണ്ണുവിട്ട് രൂക്ഷമായിട്ട് നോക്കുകയാണ്, നീ ഇതൊക്കെ ചെയ്താണെന്നുള്ള രീതിയിൽ. പിന്നീട് ശരണ്യനെ പ്രതിക്കൂട്ടിന്ന് അങ്ങോട്ട് ഇറക്കി വിടുന്നു. ശരണ്യ അങ്ങോട്ട് മനോജേട്ടൻ തള്ളിക്കൊണ്ട് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് മാറിപ്പോവാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, കേട്ടില്ലേ ശരണ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്ത പണത്തിന് വേണ്ടിയിട്ടാ അവൻ ഈ ക്രൂരതകളൊക്കെ ചെയ്ത്. അത് മാത്രമല്ല, എന്റെ സോണിയുടെ വിവാഹം മുടക്കാനായിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നറിയാവോ. അവസാനം ആ വിവാഹം മുടക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവൻ നേരെ ചെയ്തത് ആ ആൽബിയേട്ടനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തലക്കടിച്ച് പിടിച്ച് ഇപ്പോഴും ശരിക്കും നല്ല രീതിയിലായിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ആൽബിയേട്ടൻ കിടക്കുന്നത്, അറിയാവോന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് മോഹവാന ഇങ്ങനെ വിളറി പിടിച്ചിരിക്കുകയാണ്. എന്തേലും പറയാൻ പറ്റുമോ? പ്രകാശനും ബാക്കി എല്ലാരും കണ്ടുകൊണ്ടിരിക്കുക. എന്തിനേറെ പറയുന്നു, ജോർജ് വക്കീലിന്റെ തല പോലും താണുപോയി. കാരണം ഒന്നും പറയാനില്ല. കാരണം അത്ര കൃത്യമായ തെളിവുകളൊക്കെയാണ് കല്യാണി നിരത്തിയിരിക്കുന്നത്. പിന്നീട് പറഞ്ഞു, അതിനും ഇനി തെളിവുകളൊക്കെ അധികം വൈകാതെ തന്നെ കിട്ടും. ഇതൊക്കെ തന്നെയാണ് കോടതിയോട് എനിക്കും പറയാനുള്ളത്. കാരണം ഇത്രയും മാത്രം ക്രൂരത ചെയ്ത് ഇവനെ ഒരു കാരണവശാലും ഇനിയിപ്പം പുറത്തു വിടരുത്. ഇവനെ ഈ വിധമാക്കിയത് ഇവന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ തന്നെയാണ്. അയാൾ കാരണമാണ് ഇവനിങ്ങനെ ആയത്. പെൺകുട്ടികളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ അയാൾക്ക് കിട്ടിയ കടുത്ത ശിക്ഷ തന്നെയാണ് ഈ വിക്രം എന്ന് പറയുന്ന അയാളുടെ മോന്. അപ്പൊ പരമാവധി ശിക്ഷ കൊടുക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. നീതി കിട്ടണം. ശരണ്യയ്ക്കും അവരുടെ ഭർത്താവിന് നീതി കിട്ടണം. സോണിക്കും അവരുടെ ഭർത്താവിന് നീതി കിട്ടണം. ഇത്ര ക്രൂരത ചെയ്ത ഒരാളെ ഒരു കാരണവശാലും പുറത്തു വിടല്ല മാഡം, എനിക്കത് മാത്രം അപേക്ഷിക്കാനുള്ളെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കോടതി എല്ലാ കാര്യങ്ങളും എഴുതിയെടുക്കുകയാണ്. പിന്നീട് ജഡ്ജി പറഞ്ഞു, ഇതിന്റെ വിധി പറയാനായിട്ട് അടുത്ത മാസം 18-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കോടതിയിലേക്ക് വെളിയിലേക്ക് വരണം. പ്രകാശം വിക്രമും ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് കല്യാണി നിൽക്കുമ്പോൾ കല്യാണി ഓടി വന്ന് കെട്ടിപ്പിടിക്കുമായിരുന്നു വിക്രം അല്ല സോറി കേട്ടോ, കിരൺ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പറഞ്ഞു, കല്യാണി ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയാണ് നിന്റെ ഈ പെർഫോമൻസ്. അതുപോലെ തന്നെ ശരണ്യം എല്ലാവരും വന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. സോമനാഥൻ വക്കീലും. എന്നാലും പഠിച്ച ഒരാൾ വാദിക്കുന്നേക്കാൾ നല്ല കൃത്യമായിട്ട് തന്നെയാ മോള് വാദിച്ചത്, അസലായിട്ടാണെന്ന് പറയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, ജോർജ് വക്കീൽ നേരെ പ്രകാശന്റെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. വിക്രത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടോ താൻ ഇത്ര മാത്രം ക്രൂരതകളൊക്കെ ചെയ്താ ഒരിക്കലും എനിക്ക് അറിയില്ലായിരുന്നു. നാണമില്ലോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ മനുഷ്യന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഇനി താനൊക്കെ പുറലോകം കാണില്ലെന്ന് പറയണം. വക്കീലെ നിങ്ങളും പിന്നല്ലാതെ ഇത്രയും വലിയ ക്രൂരതയെ തനിക്ക് വേണ്ടി ഞാൻ ഇനി ബാധിക്കാനോ? കിട്ടുന്ന ശിക്ഷയൊക്കെ മേടിച്ചു കൊടുത്താളാൻ പറയാണ്. അപ്പോഴാണ് കല്യാണി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കല്യാണിന്റെ അടുത്തേക്ക് ജോർജ് വക്കീൽ അങ്ങ് ചെല്ലുവാണ്. എന്നിട്ട് താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു,
ഇത്ര നന്നായിട്ട് വാദിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കോടതി ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തും. പക്ഷെ കോടതിക്ക് പുറത്ത് അങ്ങനെയല്ല. കോടതിക്ക് പുറത്ത് നമ്മൾ ഫ്രണ്ട്സാണ്. ഒരിക്കലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നന്നായിട്ടുണ്ട്. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്തേനും വിക്രം അങ്ങോട്ട് എന്നിട്ട് 3ാം ക്ലാസ് വരെ പഠിപ്പുള്ള നീ 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 ആ കോടതി പൊളിച്ചടിക്കല്ലേടെന്ന് ചോദിക്കുകയാണ്. കല്യാണിച്ച് പിന്നെ നീ എന്താ പ്രതീക്ഷിച്ചേ? ഞാൻ അവിടെ നിങ്ങൾ പറയുന്നത് കേട്ട് എല്ലാം വായും മൂടി കെട്ടിക്കാട് വെറുതെ കൈ കെട്ടി നിൽക്കുമെന്നോ? എടാ, ഞാൻ എനിക്ക് വേണ്ടി വാദിക്കാൻ വന്ന എന്തിനാണെന്നറിയാവോ? നിന്നെ നിനക്കൊരു ജീവപര്യന്തം കിട്ടാൻ വേണ്ടി, ഒന്നല്ല വേണ്ട 2, നിനക്ക് തൂക്കുകയറാ കിട്ടണ്ടേന്ന് പറയാണ്. ഇത് കേട്ട സോണി പറഞ്ഞു, തൂക്കുകയറ് വേണ്ട അവന്. കാരണം അവന് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് മരിക്കണ്ട. അവൻ ജയിലിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം. അത് അവന് കിട്ടേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയണം. കിരണും പറഞ്ഞു, ശരിയാണ്. ഇത് കൂടുതൽ അവനെ ഒന്നും കിട്ടാനില്ല. ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് അവനും അവന്റെ അച്ഛനും നന്നായിട്ട് അനുഭവിക്കണമെന്ന് പറയാ. ശരണ്യ പറഞ്ഞ ശരിയാണ്. ഒരു നേരത്തെ വെള്ളം അവസാന കാലത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ലാതെ അവൻ അവിടെ കിടക്കണമെന്ന് പറയാം. അവനല്ല, അയാൾ അവിടെ കിടക്കണം. സ്വന്തം മോനോർത്ത് നീറ് കരയണമെന്ന് പറയാം. ഇത്ര സമയം കാദംബരിയും രതീഷും ഒന്നും ഉണ്ടായിരിക്കുമായിരുന്നു. രതീഷ് പറഞ്ഞു, എന്നാലും നീ ഇത്ര ക്രൂരനാന്ന് അറിഞ്ഞിരുന്നില്ലടാ. നീ കല്യാണോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ അറിയായിരുന്നു. എന്നാലും കല്യാണോട് മാത്രമല്ല, അതിലേക്കും അപ്പുറത്തേക്ക് ഇവരോടൊക്കെ ഇത്രയും ക്രൂരത ചെയ്തിട്ടാണ് നിനക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരമെങ്കിലും തന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോ എന്നോട് തന്നെ ദേഷ്യം തോന്നുകയാണെന്ന് പറയാണ്. കാദംബരി പറഞ്ഞു, നീ ഞാൻ അനുഭവിക്കാൻ പോകുന്നുള്ളൂ വിക്രം. പെൺമക്കളെ എൻ്റെ അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവസാന കാലത്ത് ഒരിറ്റ് വെള്ളം കൊടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഈ പെൺമക്കളെ ചിലപ്പോൾ കാണത്തുള്ളൂ. അതെങ്ങനെയാ? രാജകുമാരനെ പോലെ വളർത്തുന്ന പറയുന്ന മകന് ജയിലിലായിരിക്കൂലേ? ഇനി നിങ്ങൾ അലയും തെണ്ടിത്തിരിയും, അവസാനം ഞങ്ങളുടെ കാല് പിടിച്ചു വരും. അന്ന് ഞങ്ങൾ നിങ്ങോട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. പ്രകാശൻ ആകെപ്പാടെ തകർന്നടിഞ്ഞു പോയി. 4 വശത്തുനിന്ന് ക്രൂരമായ അമ്പുകൾ ഇങ്ങനെ തൊടുത്തോണ്ടിരിക്കുകയാണ് പ്രകാശന് നേരെ. വിക്രം പ്രകാശൻ ഇങ്ങനെ ഒന്നും മിണ്ടാനാവാൻ നിൽക്കുകയാണ്. പിന്നീട് പ്രകാശൻ അങ്ങോട്ട് ചാടിത്തുള്ളി അങ്ങോട്ട് പോവാണ്. അപ്പൊ വിക്രത്തിനോട് സോണി വന്നിട്ട് പറഞ്ഞു, നീ ഇതിന് നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഇനിയാണ് ശരിക്കും നീ അനുഭവിക്കാൻ പോകുന്നത്. ഇത്രയും കാലത്തെ പോലെ അല്ല. നിനക്കുള്ള തിരിച്ചടിയൊക്കെ കിട്ടിത്തുടങ്ങി. കാരണം ഞാൻ അനുഭവിച്ചും ശരണ്യ അനുഭവിച്ചും അതിന്റെ ഇരട്ടിയായിട്ട് നിനക്ക് ശിക്ഷ കിട്ടാൻ പോവാന്ന് പറയണം. വിക്രവും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കിരൺ പറഞ്ഞു, പോക്ക് കണ്ടത്ര അത്ര പന്തിയാന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേങ്കില് അവിടെ ചെന്നിട്ട് ഇവനൊക്കെ എന്താ കാണിച്ചു കൂട്ടെന്ന് അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശരണ്യ പറഞ്ഞു, എന്ത് കാണിച്ചു കൂട്ടാനായിട്ട്? ഞാനും അങ്ങ് ചെല്ലട്ടെ. ഇപ്പൊ തന്നെ മനോജേട്ടൻ ഒരു ആദരാശ്രമത്തിലാ ആക്കിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അവിടെ വെച്ച് എനിക്ക് നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിക്രം പ്രകാശനൊന്നും അവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ പൊക്കോളും. എനിക്കും എൻ്റെ മനോജേട്ടനും സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറയാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ കല്യാണിക്കും വിഷമമായി. കല്യാണം പറഞ്ഞ് എന്നോട് ക്ഷമിക്കുക. എൻ്റെ ആങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ ശരണ്യയോട് മാപ്പ് ചോദിക്കുക. അത്രമാത്രം ക്രൂരത അവൻ കാണിച്ചു കൂട്ടിയത്. ഇനി ഉള്ളിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തല പോലെ ശരിക്കും ഒന്ന് അനക്കാൻ കഴിയത്തില്ലാത്ത അവസ്ഥയല്ലേ മനോജേട്ടൻ. പക്ഷെ എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞാലും ശരണ്യയുടെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ദൈവം കാണുന്നുണ്ട്. സംസാരശേഷി തിരിച്ചു കിട്ടാത്ത ആളായിരുന്നു ഞാൻ. എന്നിട്ട് എനിക്ക് ദൈവം തന്നില്ലേ? അതുപോലെ തന്നെ മനോജേട്ടൻ ഒരു ദിവസം എഴുന്നേറ്റ് നടക്കും. നമ്മളെ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും കൈവിടല്ല. ധൈര്യത്തോടെ മുന്നോട്ട് പോവാ. എല്ലാം ശരിയാവുമെന്ന് പറയാണ്. അങ്ങനെ ശരണ്യ എല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന് ബാഗെല്ലാം കെട്ടിപ്പെറുക്കുകയാണ് വിക്രം പ്രകാശനും. അപ്പം ഭാനുമതിയമ്മ ചോദിച്ചു, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതെങ്ങോട്ടാ കെട്ടിപ്പെറുക്കി പോണേന്ന് ചോദിക്കുകയാണ്. ദേ വരുന്നുണ്ടെ ഞങ്ങളോട് പോരാൻ പറയാണ്. എടാ പ്രകാശം, എന്നെ സംഭവിച്ചേ എന്താന്ന് ചോദിക്കണം. വിക്രം പറഞ്ഞു, എന്ത് സംഭവിക്കാനായിട്ട്? അവൾ അവിടെ പൊളിച്ചടിക്കുന്നു പറയാണ്. ആര്? ആ കല്യാണി. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, ഇവന്റെ ചെപ്പക്കുട്ടി നോക്കി ഒരെണ്ണം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. ഇവൻ കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കുവാണെങ്കിൽ അതൊന്നുമല്ല, അതിലപ്പുറം ഇവനിട്ട് കൊടുക്കണ്ടെന്ന് പറയണം. അപ്പം ഭാനുമതിയും ചോദിച്ചു, എന്താണ് നീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, കൂടുതലൊന്നും മനസ്സിലാക്കുന്നില്ല, വരാൻ പറഞ്ഞു ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ശരണ്യ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഒരു നിമിഷം അന്തം വിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ 3 പേരും കൂടെ നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.